നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വേദനിക്കണം, ദുഃഖിക്കണം, നഷ്ടങ്ങൾ ഉണ്ടാകണം. വിജയം മനസ്സറിഞ്ഞ് ആസ്വദിക്കണമെങ്കിൽ ആദ്യം പരാജയം അറിയണം. നേടുന്നതിൻ്റെ സന്തോഷം അറിയണമെങ്കിൽ നഷ്ടപ്പെടണം. കാരണം ജീവിതത്തിൻ്റെ പ്രധാന പാഠങ്ങൾ പഠിക്കുന്നത് വേദന, നഷ്ടം, ദുഃഖം എന്നിവയിലൂടെയാണ്. വെറും ₹1 കൂലിയിൽ തോട്ടക്കാരനായി തുടക്കം കുറിച്ച് സിനിമ കഥയെ വെല്ലുന്ന ജീവിതവുമായി ഉയരങ്ങൾ കീഴടക്കിയ സംഗീത മാന്ത്രികൻ ഇളയരാജയെ കുറിച്ചാകട്ടെ ഈ എപ്പിസോഡ്. സംഗീതം എന്ന മഹാസാഗരത്തിന്റെ പര്യായമാണ് ഇളയരാജ എന്ന പേര്. സംഗീതത്തിൽ അദ്ദേഹത്തിനുള്ള അപാര ജ്ഞാനം അദ്ദേഹത്തെ ഇശൈജ്ഞാനി എന്ന പേരിന് അർഹനാക്കി. തമിഴ്നാട്ടിലെ ഗ്രാമീണ സംഗീതത്തെ പാശ്ചാത്യ സംഗീതവുമായി ലയിപ്പിച്ച് തന്റേതായ ഒരു ശൈലി ദക്ഷിണേന്ത്യൻ സിനിമാ ഗാനരംഗത്ത് സ്ഥാപിച്ചു. 1991 BBC നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച 10 ഗാനങ്ങൾക്ക് വേണ്ടി നടത്തിയ അന്വേഷണത്തിൽ 4ാം സ്ഥാനം ലഭിച്ചത് ഈ സംഗീത കുലപതിയുടെ ഗാനത്തിനായിരുന്നു. അദ്ദേഹത്തിന് തന്റെ അച്ഛനും അമ്മയും ആദ്യം നൽകിയ പേര് ജ്ഞാനദേശീകൻ എന്നായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മകൻ രാജ്യവും ദേശവും അറിയപ്പെടുന്ന ഒരു സംഗീതജ്ഞാനിയായി മാറുമെന്നുള്ള ഉൾക്കാഴ്ച ഉള്ളതുകൊണ്ടായിരിക്കാം ഈ പേര് നൽകിയത്. എന്നാൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പിതാവ് ആ പേര് മാറ്റി രാജയ്യ എന്നാക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ സംഗീത അധ്യാപകൻ ആ പേര് മാറ്റി രാജ എന്നാക്കി. എന്നാൽ അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അന്ന് സിനിമ സംഗീത ലോകത്ത് മറ്റൊരു പ്രശസ്തനായ രാജ ഉണ്ടായിരുന്നു. അതായിരുന്നു AM രാജ. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഏറ്റവും സുപരിചിതമായ പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരെ എന്ന ഗാനം ഉൾപ്പെടെ നിരവധി ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ഗായകനാണ് AM രാജ. ഇളയരാജയുടെ ആദ്യ ചിത്രമായ അന്നക്കിളിയുടെ തിരക്കഥാകൃത്തായ പഞ്ചു അരുണാചലമാണ് രാജയെ ഇളയരാജയാക്കി മാറ്റിയത്. ആ ഇളയരാജ പിന്നീട് സംഗീത ലോകത്തെ പെരിയ രാജാവായി വാഴുകയാണ് ഉണ്ടായത്. ജന്മം കൊണ്ട് ഇളയരാജ ക്രിസ്ത്യാനിയായിരുന്നു എങ്കിലും തമിഴ് ഹിന്ദു സന്യാസിയായിരുന്ന രമണ മഹർഷിയെ ആത്മീയ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. 1970കളിൽ സലീം ചൗധരി ഉൾപ്പെടെയുള്ള നിരവധി സംഗീത സംവിധായകരോടൊപ്പം ഹാർമോണിയം വായിക്കാനും ഗിറ്റാർ വായിക്കാനും ഒക്കെയായി പോയിട്ടുണ്ട്. അക്കാലയളവിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായിരുന്ന കണ്ണൂർ രാജന്റെ പാട്ടുകളിൽ ഹാർമോണിയം വായിച്ചിരുന്നത് ഇളയരാജ ആയിരുന്നു. ഈ വിവരം കണ്ണൂർ രാജൻ മാസ്റ്റർ എന്നോട് പലപ്പോഴും പറഞ്ഞിരുന്നു. ഇളയരാജ തമിഴിൽ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാജൻ മാസ്റ്ററോട് പറഞ്ഞു, നമുക്ക് എന്റെ പടത്തിൽ ഇളയരാജയെ കൊണ്ട് ഒരു ടൈറ്റിൽ സോങ് പാടിച്ചാൽ കൊള്ളാമായിരുന്നു. മാസ്റ്ററുമായിട്ടുള്ള അടുപ്പം വെച്ച് പറഞ്ഞാൽ അദ്ദേഹം അത് ചെയ്തു തരാതിരിക്കില്ല. രാജൻ മാസ്റ്റർ ആദ്യമൊന്നും മടിച്ചെങ്കിലും ഞാൻ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം അതിന് വഴങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ മാസ്റ്റർ ഒരു ആശങ്ക പ്രകടിപ്പിച്ചു. ഞാൻ ശ്രമിച്ചു നോക്കാം, പക്ഷേ വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു കമ്പനിയുടെ പടമാകുമ്പോൾ അദ്ദേഹം അതിന് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഭീമൻ രഘുവിനെ നായകനാക്കി കൊണ്ട് ചെയ്ത പാറ എന്ന ഒരു അടിപ്പടമായിരുന്നു അത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണൂർ രാജൻ വളരെ സന്തോഷവാനായി എന്നെ കാണാൻ എത്തുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ രാജായെ പോയി കണ്ടു. ഞങ്ങൾ തമ്മിൽ സൗഹൃദ സംഭാഷണങ്ങളും പഴയ വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച ശേഷം ഞാൻ അഷ്റഫിന്റെ ആഗ്രഹം അറിയിച്ചു. അദ്ദേഹം എതിരൊന്നും പറഞ്ഞില്ല. അതിനെന്താ, ഞാൻ പാടാം, എപ്പോൾ വേണമെന്ന് അറിയിച്ചാൽ മതി. അപ്പോഴും എനിക്ക് സംശയം തീർന്നില്ല. ആർട്ടിസ്റ്റും കമ്പനിയും ഒക്കെ അദ്ദേഹത്തിന് പ്രശ്നമല്ലേ, അതൊക്കെ വിശദമായി പറഞ്ഞിരുന്നോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. അപ്പോൾ രാജൻ മാസ്റ്റർ പറഞ്ഞു, ഒരു ഗായകനെ സംബന്ധിച്ച് പാട്ടും അതിന്റെ മ്യൂസിക് ഡയറക്ടറുമാണ് പ്രധാനം. അങ്ങനെ സംഗീത കുലപതിയായ ഇളയരാജയെ കൊണ്ട് മലയാള സിനിമയിൽ ആദ്യമായി പാടിച്ചത് ഞാനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അതാണ് സത്യം. ഞാൻ ഈ അവകാശവാദം പറഞ്ഞ് പൊങ്ങച്ചമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ഒരിക്കൽ ഡെന്നീസ് ജോസഫ് ഒരു ചാനലിലൂടെ ഈ വിവരം വെളിപ്പെടുത്തിയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കണ്ണൂർ രാജൻ മാസ്റ്റർ ഇളയരാജയെ പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഞാനും അടുത്തുണ്ടായിരുന്നു. പാട്ടിലെ ചില സംഗതികളൊക്കെ ഇങ്ങനെ പാടണോ അങ്ങനെ പാടണോ എന്നൊക്കെ ഇളയരാജ ചോദിക്കുമ്പോൾ അപ്പോൾ കണ്ണൂർ രാജൻ മാസ്റ്റർ പറഞ്ഞത്, നീങ്ക അപ്പടി പാടിയാലും ഓക്കെ, ഇപ്പിടി പാടിയാലും ഓക്കെ. പിന്നീട് രാജൻ മാസ്റ്റർ എന്നോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ അപ്പടി പറഞ്ഞാലും ഓക്കെ, ഇപ്പിടി പറഞ്ഞാലും ഓക്കെ എന്ന്. അദ്ദേഹം പാടിയ ആ പാട്ടിലെ 2 വരികൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അരുവികൾ ഓളം തുള്ളും താഴ്വരയിൽ മഞ്ഞു പെയ്യും മാമലയിൽ പൂമഴയും അരുവികൾ ഓളം തുള്ളും
തുള്ളും താഴ്വരയിൽ മഞ്ഞ് പെയ്യും മാമലയിൽ പൂമഴയും. റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മാസ്റ്ററോട് ചോദിച്ചു, നമ്മൾ അദ്ദേഹത്തിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടതെന്ന്. മാസ്റ്റർ പറഞ്ഞു, പ്രതിഫലമായി പണം കൊടുക്കാനാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പവൻ വാങ്ങി അതൊരു പ്രസന്റേഷനായി കൊടുക്കാമെന്ന്. അങ്ങനെ ഞാനൊരു പവൻ വാങ്ങി രാജാ സാറിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ ഒരു ചെറിയ സമ്മാനമാണ്, അങ്ങിത് സ്വീകരിക്കണം. അത് അദ്ദേഹം സന്തോഷപൂർവ്വം വാങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഞാനിത് സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അത് തിരികെ എന്നെ ഏൽപ്പിച്ചു. ഇത് എന്തെങ്കിലും നല്ല കാര്യത്തിന് വിനിയോഗിക്കുക, പാവങ്ങൾക്കോ അനാഥാലയത്തിനോ സംഭാവന ചെയ്യുക. ഞാൻ അത് അപ്രകാരം ചെയ്യുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് പാവങ്ങളോടും അനാഥരോടുമുള്ള സ്നേഹവും അനുകമ്പയും ബഹുമാനവും ഒന്നും പണക്കാരോടും വലിയവരോടും ഒന്നും ഇല്ല എന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആദ്യകാല ജീവിത പശ്ചാത്തലം ദാരിദ്ര്യവും ബുദ്ധിമുട്ടും നിറഞ്ഞതായിരുന്നത് കൊണ്ടാകാം. അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ പകർപ്പ് അവകാശ നിയമം വെച്ച് പല വമ്പൻ നിർമ്മാതാക്കളെയും സോണി, സരിഗമ പോലുള്ള കമ്പനികളെയും പലപ്പോഴും നിയമക്കുരുക്കുകളിൽ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരം കേസുകളുമായിട്ടുള്ള പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സിനിമാ മേഖലയിലുള്ളവർ രണ്ട് ചേരികളിലായി നിലയുറപ്പിച്ചിട്ടുമുണ്ട്. അദ്ദേഹം പാടിയതോ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളതോ പശ്ചാത്തല സംഗീതം ഒരുക്കിയതോ ആയ പാട്ടുകളൊന്നും മറ്റൊരു സിനിമയിൽ ഉപയോഗിക്കുകയോ സ്റ്റേജ് ഷോകളിൽ പാടുകയോ ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുൻകൂട്ടി തന്റെ അനുവാദം വാങ്ങിയിരിക്കണം. അല്ലെങ്കിൽ തനിക്ക് നഷ്ടപരിഹാരം തരേണ്ടതായി വരുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ആദ്യം ശബ്ദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നത് അദ്ദേഹത്തിന്റെ അനുജനും സംഗീത സംവിധായകനുമായ ഗംഗയമരൻ തന്നെയാണ്. ഗംഗയമരൻ പറഞ്ഞത് ഇത് ശുദ്ധ മണ്ടത്തരവും അനീതിയുമാണെന്നാണ്. അത്തരത്തിൽ ഇളയരാജയ്ക്ക് അവകാശമുണ്ടെങ്കിൽ അതിൽ പാടിയവർക്കും പാട്ടെഴുതിയവർക്കും കോറസ് വോയിസ് കൊടുത്തവർക്ക് പോലും അവകാശമുണ്ടെന്നാണ് ഗംഗയമരന്റെ പക്ഷം. ഇതിനിടെ ഇളയരാജ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു വിദേശ ഷോയിൽ തന്റെ പാട്ടുകളൊന്നും പാടാൻ പാടില്ലെന്ന് കാണിച്ച് SPBക്കും ചിത്രയ്ക്കും നിയമപരമായുള്ള നോട്ടീസ് അയച്ചു. അങ്ങനെ ചെയ്താൽ വലിയ റോയൽറ്റി നൽകേണ്ടി വരുമെന്നും നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും അവർക്ക് മുന്നറിയിപ്പ് നൽകി. അന്ന് ആ ഷോയിൽ SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും ഇളയരാജയുടെ പാട്ടുകളൊന്നും പാടിയില്ല. ആ പാട്ടുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് MS വിശ്വനാഥന്റെ പാട്ടുകളാണ് കൂടുതലായും പാടിയത്. ഇളയരാജ കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ തനിക്ക് അനുകൂലമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും വാങ്ങിവെച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായി 4500ഓളം സിനിമാ ഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതമൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പഴയ ഗാനങ്ങളിൽ ചിലതൊക്കെ പുതിയ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തുമ്പോൾ നിർമ്മാതാക്കൾ അതിനുള്ള അവകാശം വാങ്ങുന്നത് ആ പാട്ടുകളുടെ അവകാശം കൈവശം വെച്ചിരിക്കുന്ന മ്യൂസിക് കമ്പനികളിൽ നിന്നായിരിക്കും. എന്നാൽ ചിത്രം റിലീസാകുമ്പോൾ ഇളയരാജ അവകാശവാദവുമായി രംഗത്തെത്തും. അദ്ദേഹത്തിന് അനുകൂലമായ കോടതി വിധി ഉള്ളതുകൊണ്ടും റിലീസ് നിർത്തിവെക്കാതിരിക്കുന്നതിനും വേണ്ടി നിർമ്മാതാക്കൾ സെറ്റിൽമെന്റിന് തയ്യാറാക്കും. മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം തമിഴ്നാട്ടിലും ചരിത്ര വിജയം നേടിയ ചിത്രമായിരുന്നല്ലോ. ആ ചിത്രത്തിൽ കമലഹാസന്റെ ഗുണ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഉൾപ്പെടുത്തിയിരുന്നു. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ എന്ന ഗാനമായിരുന്നു അത്. ആ പാട്ട് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ ഇളയരാജ രംഗത്ത് വന്നിരുന്നു. അതിനെപ്പറ്റി ചിത്രത്തിന്റെ നിർമ്മാതാവായ ബാബു ഷഹീർ പറയുന്നത്, ഞങ്ങൾ ആ പാട്ടിന്റെ അവകാശം ബോംബെയിലുള്ള ശ്രീദേവി പിക്ചേഴ്സിൽ നിന്നും പണം കൊടുത്ത് നേരത്തെ വാങ്ങിയിരുന്നതാണ്. എന്നാൽ രാജാ സാർ അതിനെതിരെ ശ്രീദേവി പിക്ചേഴ്സിനും ഞങ്ങൾക്കും നോട്ടീസ് അയച്ചിരുന്നു. ഞങ്ങൾക്ക് കേസിനും വഴക്കിനും പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് 1,40,00,000 രൂപ കൊടുത്താണ് അത് സെറ്റിൽ ചെയ്തത്. ആ പണത്തിൽ 60 ലക്ഷം രൂപയാണ് ഇളയരാജ സാറിന് കൊടുത്തതെന്ന് ബാബു പറയുന്നുണ്ട്. കമ്പനി കേരളത്തിൽ മാത്രമായിരുന്നു അവർക്ക് അവകാശം കൊടുത്തിരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിലും വിദേശത്തും റിലീസ് ചെയ്ത കാരണം ബാക്കി പണം അവരും വസൂലാക്കി. ഇളയരാജയ്ക്ക് അനുകൂലമായ കോടതി വിധി കയ്യിലുള്ളത് കൊണ്ടാണ് ആരും കേസുമായി മുന്നോട്ടു പോകാൻ ധൈര്യപ്പെടാത്തത്. ഞാൻ ബാബുവിനോട് പറഞ്ഞു, ഇത്തരം കോടതി വിധികൾ വരുന്നത് എതിർഭാഗം വക്കീലിന്റെ കഴിവുകേടുകൾ കൊണ്ടാകാം. എന്റെ ഒരു ചിത്രത്തിലെ പാട്ടിന് 1990 കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം ഒരു കേസ് വന്നിരുന്നു. അന്ന് എനിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ആലപ്പുഴയിലുള്ള ആസാദ് ബാബു എന്ന അഡ്വക്കേറ്റും കേസ് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്നത് സുപ്രീം കോടതി ജഡ്ജിയായി റിട്ടയർ ചെയ്ത രാധാകൃഷ്ണൻ സാറുമായിരുന്നു. അന്ന് ആ കേസിൽ ഞാൻ വിജയിക്കാൻ കാരണം എന്റെ വക്കീൽ കണ്ടെടുത്ത ഒരു പഴയ സുപ്രീം കോടതി വിധിയായിരുന്നു. ഹിന്ദി സംഗീത സംവിധായകരായ ലക്ഷ്മികാന്ത് പ്യാരിലാൽ കേസിലെ ഒരു വിധിയായിരുന്നു അത്. ആ വിധിയിൽ പറഞ്ഞിരുന്നത് നിർമ്മാതാവ് ഒരു കലാകാരന്റെ കഴിവിനെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങുകയാണ്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിലുള്ള പൂർണ്ണ
പൂർണ്ണ അവകാശം ആ നിർമ്മാതാവിന് മാത്രമായിരിക്കും. അതെങ്ങനെ എവിടെ ഉപയോഗിക്കണം എന്നത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ അല്ല എങ്കിൽ മുൻകൂട്ടി നിയമപരമായ നിബന്ധനകൾ ഉണ്ടായിരിക്കണം. ഈ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എന്റെ മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം എന്ന ചിത്രത്തിലെ പാട്ടിന് അനുകൂലമായ വിധി നേടിയെടുക്കാൻ സാധിച്ചതും ചിത്രം റിലീസ് ചെയ്യാൻ സാധിച്ചതും. ഇത്തരം വിധികളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് ചൂണ്ടിക്കാണിച്ച് നേടിയെടുക്കാനുള്ള പ്രാപ്തിയും കഴിവുമൊക്കെ വക്കീലന്മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഇവിടെ ബാബു ഷഹീർ പറഞ്ഞതുപോലെ കേസിനും വഴക്കിനും പോകാനുള്ള താല്പര്യക്കുറവും ഇളയരാജയെ പോലുള്ള ഒരാളുമായി ഏറ്റുമുട്ടാനുള്ള താല്പര്യമില്ലായ്മയുമാണ് ഇത്തരം സെറ്റിൽമെന്റുകൾക്ക് വഴിവെക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും തന്റെ പാട്ടുകളെ ഇഷ്ടപ്പെട്ട് പാടാൻ ആഗ്രഹിക്കുന്നവർക്ക് ചില ആനുകൂല്യങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്. പ്രതിഫലം വാങ്ങാതെയും ആഗ്രഹിക്കാതെയും സ്റ്റേജുകളിൽ മറ്റും പാടുന്നവർക്ക് ഇത്തരം നിബന്ധനകളൊന്നും തന്നെ അദ്ദേഹം ബാധകമാക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ പണം കണക്ക് പറഞ്ഞ് ഇളയരാജ വാങ്ങുമെങ്കിലും കോടികളാണ് ക്ഷേത്രങ്ങൾക്കും അനാഥാലയങ്ങൾക്കും പാവപ്പെട്ടവർക്കും വേണ്ടി അദ്ദേഹം ചെലവാക്കുന്നത്. പണമുള്ളവനിൽ നിന്നും കണക്ക് പറഞ്ഞ് വാങ്ങി ഇല്ലാത്തവന് ദാനം ചെയ്യുക എന്ന മാതൃകാപരമായ ഒരു രീതിയാണ് അദ്ദേഹം അനുവർത്തിച്ചു വരുന്നത്. ഇണക്കവും പിണക്കവും വാശിയും മൂക്കത്ത് ശുണ്ടിയുമൊക്കെ ഉള്ള ഒരു പച്ചയായ മനുഷ്യനാണ് ഇളയരാജ. സ്വന്തം സഹോദരനായ ഗംഗെ അമരനുമായി പിണങ്ങി 13 വർഷക്കാലത്തോളം അദ്ദേഹവുമായി സംസാരിക്കാതിരുന്നിട്ടുണ്ട്. ഇളയരാജയ്ക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 2 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. യുവൻ ശങ്കർ രാജ, കാർത്തിക് ശങ്കർ രാജ, ഇവർ 2 പേരും പിതാവിന്റെ പാത പിന്തുടരുന്നു. ഇളയ മകളായ ഭാവതാരണി ഒരു ഗായികയായിരുന്നു. അവർ 47-ാമത്തെ വയസ്സിൽ ക്യാൻസർ പിടിപെട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. മകളുടെ വിയോഗം അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചിരുന്നു. പ്രണയത്തിലും വിരഹത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും സംഗീതമുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ച ഇശൈജ്ഞാനി ഇളയരാജയ്ക്ക് ആശംസകൾ നേരുന്നു. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.